ഹായ് ഗായ്സ്, അസ്സലാമലൈക്കും. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഞാൻ ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാട്ടോ. അപ്പോൾ കുറച്ച് വേസ്റ്റ് പുറത്തേക്ക് ഇടാണ്ട്. ഇതിൻ്റെ ഷൂ ആട്ടോ. അപ്പോൾ ഇക്കാൻ്റെ ഫ്രണ്ട് ഇവിടെ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കട്ടോ. നല്ല ചൂടാണ് ഇവിടെ. പിന്നെ അയ്യോ, ഞാൻ ക്ലിപ്പ് എടുക്കാൻ മറന്നുപോയി. മനസ്സാരില്ല. പിന്നെ ഞാൻ നാളെ ഉംറക്ക് പോകും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പോകണത്. ഓക്കെ, അപ്പോൾ നമുക്ക് താഴത്തേക്ക് പോവാം. ഞാൻ ഓരോ മിനിറ്റ് ഉൾപ്പെടുത്തു കേട്ടോ. ഞാൻ ഇന്ന് ലിഫ്റ്റ് കയറിയിട്ടില്ല, ഇന്ന് നടന്നു. ഇവിടെ ഉണ്ട് പറഞ്ഞു. നോക്കട്ടെ. അപ്പോൾ ഗൈസ്, ഞാൻ വേസ്റ്റ് കൊണ്ടിടാൻ പോകും കേട്ടോ. ഇവിടെ ഫുള്ള് ലൈറ്റ് കെട്ടണം. പൂച്ചാൾ ഇഷ്ടംപോലെ ഉണ്ട്. ഫുള്ള് ഇപ്പോൾ 7 മണിയാവാനായിട്ടോ. അതാ വേസ്റ്റ് ഇങ്ങനെ കൊണ്ടുവരണം. അങ്ങനെ വേസ്റ്റ് ഇട്ടു. ഇവിടെ ബിൽഡിങ്ങിലൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ലൈറ്റും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ഇനി പോവാം. ഞാൻ ഇവിടെ ഈ ഫ്ലാറ്റിലാട്ടോ താമസം. ഫ്ലാറ്റൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഏതാണ്. അപ്പോൾ ഞാൻ വണ്ടി കയറട്ടോ. അപ്പോൾ മുത്തുമണികളെ, ഇക്കാൻ്റെ ഫ്രണ്ട് വർക്ക് ചെയ്യുന്ന ഇടയിൽ കൂടി വന്നിട്ട് പിക്ക് ചെയ്താട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഉംറക്ക് പോണത്. അപ്പം അങ്ങനെ കാക്കയായിട്ട് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നത്. ഞാൻ ബാക്കിലിരുന്നപ്പോൾ മുന്നിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാക്കയുടെ ഒന്ന് വീഡിയോ എടുത്ത് തരുമ്പോൾ അങ്ങനെ എടുത്ത് തന്നാട്ടോ. അപ്പോൾ അടിപൊളിയാണ് ഗൈസ്. റോഡും ബിൽഡിങ്ങും എല്ലാം അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. അടിപൊളിയാണ്, സൂപ്പറാണ്. എന്തായാലും ഉംറക്ക് പോകാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യം. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും ആ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. ആമീൻ. അപ്പം നിങ്ങൾ ഇവിടുത്തെ റോഡും ബിൽഡിങ്ങുകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരിട്ടാ. ഇത് സൗദി അറേബ്യത്തെ ജിദ്ദത്തെ ഒരു ഓഡിറ്റോറിയമാണ് കേട്ടോ. കല്യാണ ഓഡിറ്റോറിയമാണ്. അടിപൊളിയാണ്. പിന്നെ വിമാനങ്ങളൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ചില റോഡൊക്കെ ഭയങ്കര ബ്ലോക്കാട്ടോ. അപ്പോൾ ഞങ്ങൾ നേരം കിട്ടിയാണ് എത്തിയത്. നല്ല ബ്ലോക്കായിരുന്നു. പിന്നെ കാക്ക ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഓരോ ഹോസ്പിറ്റലിൽ കയറാണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കാക്കാൻ്റെ വൈഫ്, മോന്, മോള്, ഞങ്ങളെല്ലാവരും പാടെ കൂടിയിട്ടാട്ടോ ഉംറക്ക് പോണത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മളെ മനസ്സിലൊരു നീയത്തുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ പഠിച്ചാൽ സ്വീകരിക്കട്ടെ നമ്മളെല്ലാ കാര്യങ്ങളും.
ഗൈസ്. അപ്പോൾ ഞാൻ മറുവ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. അപ്പോൾ മറുവ സഫ മറുവ എന്ന് പറയുന്നത് നമ്മൾ. അതുപോലെ മറുവ പറഞ്ഞ സ്ഥലത്താണ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, അടിപൊളി ഗൈസ്. എനിക്കിതൊക്കെ കാണാൻ പറ്റില്ല. അൽഹംദുലില്ലാ, അടിപൊളി, നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ സൗദി അറേബ്യ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഞാൻ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു കേട്ടോ. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്തായോ, നമ്മൾ ചില വണ്ടികൾ ചില ആളുകളെ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല. അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ പറയണത് വല്ലൊന്നും കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക്? എത്രങ്ങാനും വിമാനം പോണറിയോ, അത് തൊട്ടടുത്തുനിന്ന് ഇങ്ങനെ കാണാം. ഇത് കണ്ടോ ഗൈസ്, വിമാനം പോണുണ്ട് കണ്ടോ, പ്ലെയിൻ പോകുന്നുണ്ട്. ഇത് അവിടെയൊക്കെ ബിൽഡിങ്ങുകൾ ഇതാ. അവിടെ എന്തോ ലൈറ്റ് അടിക്കുന്നുണ്ട് കേട്ടോ, എന്തോ ഒരു വെളിച്ചം പോലത്തെ സംഭവം കാണുന്നുണ്ട്. ആ തൊട്ടടുത്ത് തന്നെയാണ് എയർപോർട്ട്. അവിടെ നിന്ന് കാണുന്നുണ്ട് ഒരു വെളിച്ചം അങ്ങനെ അടിച്ചണ പോലെ. കൊണ്ടോ അപ്പം വരും, കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ മുത്തുമണികളെ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഉംറക്ക് നാളെ പോവും ഇൻഷാ അല്ലാഹ്. എല്ലാവരെയും ദുആയിൽ ഉൾപ്പെടുത്താട്ടോ. പിന്നെ ഇപ്പം ഈ സമയത്ത് വലിയ ചൂടറിയണില്ല കേട്ടോ. ഒരു കാറ്റുണ്ട്, പൊടിക്കാറ്റ് കൊണ്ടുണ്ട്, ഒരു കാറ്റ് പോലെ ഉണ്ട്. പിന്നെ കുറേ അറബികളൊക്കെ പോകുന്നുണ്ട്. പിന്നെ സുബൈക്ക് പോവും നാളെ. പറഞ്ഞാൽ ഇന്ന് രാത്രി പുറപ്പെടും. പിന്നെ പർദ്ദയും കാര്യങ്ങളൊക്കെ എൻ്റെ ബാഗിലുണ്ട്, വണ്ടിയിലുണ്ട്. പർദ്ദ ഉണ്ട്. പിന്നെ ഞാനൊരു കൂട്ടർ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഷൂ എടുത്തിട്ടുണ്ട്, ചെരുപ്പ് എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഒരുപാട് ആഗ്രഹം ഉണ്ടാവും ഇങ്ങനെ വിദേശത്തൊക്കെ വരണം എന്ന്. ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവരും ആഗ്രഹവും സാധിപ്പിച്ച് കൊടുക്കട്ടെ പടച്ചോനെ അല്ലേ. എൻ്റെ ഇവിടെ ഒരു കുരു ഉണ്ടായിരുന്നു ഗൈസ്, മോട്ട് ചൂടുകൊണ്ട്. വലിയ കുരുവാണുണ്ടോ, ചൂടുകൊണ്ട് ഉണ്ടായതാ. കൂടുതൽ അങ്ങനെ ഇവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല, അവിടെ കുറേ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി പിന്നെ കാണിക്കാട്ടോ. ഞാനിനി ഇൻഷാ അല്ലാഹ് എൻ്റെ ഉംറ എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് മാത്രമേ അതിൽ ഉൾപ്പെടുത്തുള്ളൂ കേട്ടോ. എൻ്റെ ഉംറ കഴിഞ്ഞതിന് ശേഷം അവിടെ നമ്മളെ ഹറമും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. പറ്റുകയാണെങ്കിൽ കേട്ടോ, പറ്റില്ലെങ്കിൽ ഞാൻ എടുക്കൂല. എൻ്റെ ഉംറ കഴിഞ്ഞതിന് ശേഷം മാത്രം ഞാൻ ആ വീഡിയോ എടുക്കുള്ളൂ കേട്ടോ. പിന്നെ ഇക്കാൻ്റെ ഫ്രണ്ടും ഫാമിലിയും, ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ്, കുട്ടികൾ, ഞങ്ങളെല്ലാവരും ഇവിടെ പോകണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇവിടെ എന്തോ നമ്മളെ നാട്ടിൽ തട്ടുകട അറിയില്ലേ, തട്ടുകടൻ്റെ പോലെ ഇവിടെ കടകളുണ്ട്. അതാണ് സൗണ്ട്, ഭയങ്കര സൗണ്ട് അതാണ്. പിന്നെന്താണ് വിശേഷം മുത്തുമണികളെ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, സുഖമാണ്. എനിക്കങ്ങനെ അധികം പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല. എന്നാണ് ഞാനൊന്ന് പുറത്തിറങ്ങിയത്. ഓക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും ദുആ ചെയ്യട്ടോ. എനിക്ക് ചെറുതായി തലവേദന പോലൊക്കെ ഉണ്ട്, എന്താ അറിയില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇറങ്ങിയത്. കാരണം രാത്രിയല്ല, ആര് കാണാനാ. വേറെ പുതിയ ഡ്രസ്സ് എടുത്തുക്കണു. പുതിയ ഡ്രസ്സ് പറഞ്ഞാൽ ഞാൻ പ്രോഗ്രാമിനൊക്കെ പോയപ്പോൾ ഇട്ടിനില്ലേ, ആ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ പോണ സമയത്ത് നാളെ ഇന്ന് സുബൈക്ക് പോവുമല്ലോ, അപ്പോൾ പോണ സമയത്ത് ഇടാൻ വേണ്ടിയിട്ടാണ്. അവിടുന്ന് കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് പോവുള്ളൂ, നീയത്തൊക്കെ വെച്ചിട്ട് പോവുള്ളൂ. പിന്നെ നേരത്തെ പോലെ തന്നെ ഭയങ്കര ബ്ലോക്ക് കേട്ടോ. പിന്നെ കണ്ടോ മക്കത്തേക്ക് പോണ റോഡാണ് ആ റോഡ്. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഗൈസ് ഞാനിവിടെ എത്തിട്ടോ. ഞാൻ വേണ്ടി ലിഫ്റ്റ് കയറാൻ നിൽക്കുകയാണ്. മുകളിലാണ് ഓരോ റൂം, ലിഫ്റ്റിൽ കയറാൻ നിൽക്കുക. നമ്മളിപ്പോൾ തന്നെ പോകട്ടോ. എത്ര മണിക്ക് പോണേ? ഞാനും താത്തയും കുട്ടികളും 12:30 പോകട്ടോ. അപ്പോൾ ലിഫ്റ്റ് കയറട്ടെ. എനിക്ക് ചെറുതായിട്ട് തലവേദന പോലെ ഉണ്ട്, എന്താ അറിയൂല. അപ്പോൾ ഗൈസ്
ഇവിടെ എത്തി. ഇപ്പോൾ 10 മണികളെ ഞാനവിടെ എത്തി. ഒരു വീട്ടിൽ ഫുഡ് കഴിച്ചിട്ടോ, പൊറാട്ട ചിക്കൻ കറി കഴിച്ച്. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഫ്രഷായി തീയത്തൊക്കെ വെച്ച് 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞിട്ടാട്ടോ അവിടുന്ന് ഓരോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ കാക്കാൻ്റെ മോനൊക്കെ ഉണ്ട് കേട്ടോ ഓരോ മുന്നിലിരിക്കണേ. പിന്നെ ഇടയ്ക്ക് മുന്നിൽ വീഡിയോസൊക്കെ കാക്കാൻ്റെ മോനോട് പറഞ്ഞാൽ മോനും എടുത്തു തരും കേട്ടോ. അങ്ങനെ മോനെ കൊണ്ടൊക്കെ ഞാൻ എടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമായി ഗൈസ്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു സ്ഥലത്തോട്ട് ഞാൻ എത്തുന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ അതിനൊക്കെ നിമിത്തമായിട്ട് ഒന്ന് എൻ്റെ അക്ക, പിന്നെ അക്കാൻ്റെ ഫ്രണ്ട്, പിന്നെ ഒരാളും കൂടെ ഉണ്ട്. അവരുടെ പേര് ഞാൻ ഇപ്പോൾ പറയൂല. കാരണം അവരോടൊക്കെ എന്നും എനിക്കൊരു നന്ദി ഉണ്ടാവും. കാരണം അത്രയും ഒരു കാരണമാണ് ഞാൻ അവിടെ എത്തിയത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമായിട്ടോ പർദ്ദ ആദ്യമായിട്ടിടണത്. അപ്പോൾ നമ്മളങ്ങനെ പോവാം. അവിടെ റോഡ് കാണാനും അവിടുത്തെ ബിൽഡിങ് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളിയാണ്. ഈ കാണുന്നത് കേട്ടോ ഖുർആൻ്റെ, നമ്മൾ ഈ മറ്റേ കോൺക്രീറ്റ് കൊണ്ട് ചെയ്തിട്ടുള്ള ഖുർആൻ്റെ രൂപമായിട്ടത്. അത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഏകദേശം നമ്മൾ മക്കത്തേക്ക് എത്താനായിട്ടുണ്ട്. അപ്പോൾ നല്ല വലിപ്പമുണ്ട് കേട്ടോ കാണാൻ. അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു റാഹത്താണ് മക്കളെ. പറഞ്ഞാൽ അറിയില്ല, അത് അനുഭവിച്ചാലേ അറിയുള്ളൂ ആ ഒരു ഫീല്. അടിപൊളിയായിരുന്നു. ഏതായാലും നമ്മൾ അവിടെ എത്താനായിട്ടുണ്ട്, ഏകദേശം എത്താനായിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടുത്തെ ക്ലോക്ക് ഉണ്ടല്ലോ ഹറമിൻ്റെ അടുത്ത്, അത് കാണാൻ തുടങ്ങിയിട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്താ അറിയില്ല, ഭയങ്കര ഒരു ശരീരമൊക്കെ ഇങ്ങോട്ട് തണുക്കണ പോലൊക്കെ ഒരു ഫീല്. ഏതായാലും അടിപൊളിയായിരുന്നു. മാഷാഅല്ലാഹ്, അൽഹംദുലില്ലാഹ്. പിന്നെ അവിടെ നമ്മൾ എത്തിയിട്ടോ. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്, ഹറമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ബ്ലോക്കും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് പോലീസുകാരൊക്കെ ഉണ്ട്. വണ്ടി ഇവിടെ പെട്ടെന്ന് പാർക്ക് ചെയ്യാൻ പറ്റില്ല, നിർത്തി പെട്ടെന്ന് ഇറങ്ങണം. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ എത്തി. അൽഹംദുലില്ലാഹ്. എനിക്കൊരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ മനസ്സുരുകിയിട്ട് തന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനിതിൽ കുറച്ച് വീഡിയോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉംറ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതിന് ആരും വന്നുകൊണ്ട് ബാഡായിട്ട് കമൻറ്റ് ചെയ്യാൻ നിൽക്കണ്ട. എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇതൊക്കെ കാണാനൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. അവർക്കും വേണ്ടിയിട്ട്, അവർ കാണാൻ വേണ്ടിയിട്ട്, പിന്നെ എൻ്റെ മക്കൾ അവരൊക്കെ കാണാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിതൊക്കെ എടുത്തത്. അപ്പോൾ അതിന് ആരൊന്നും പറയാൻ നിൽക്കണ്ട. ഇത് ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാട്ടോ, ബാക്കിൽ മോളാണ്. അപ്പോൾ നമ്മളിത് കഴിഞ്ഞ് 7 റൗണ്ട് ചുറ്റി തവാഫ് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് എടുത്താണ് ഇട്ടത്. അപ്പോൾ അത് കാണുമ്പോൾ മക്കളെ എനിക്കിപ്പോഴും ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ വിഷമമാണ് വരുന്നത്. കാരണം അവിടെ പോയാൽ നമുക്കൊരു ചിന്തയുണ്ടാവില്ല. നമ്മളും പടച്ചോനും മുന്നിൽ നിന്ന് സംസാരിക്കണ ആ ഒരു ഫീൽ ഉണ്ടാവുക. ഏതായാലും എല്ലാവർക്കും അവിടെ എത്തിപ്പെടാൻ പടച്ചോന് തൗഫീക്ക് നൽകട്ടെ, ആമീൻ. പിന്നെ സുബൈസ്കാരത്തിന് വേണ്ടി നമ്മളവിടെ അങ്ങനെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞാനൊക്കെ ആകെ ക്ഷീണിച്ച് നടന്ന് കുഴങ്ങി. പിന്നെ ഒരുപാട് വെള്ളമൊക്കെ കുടിച്ചിട്ടോ, സംസം വെള്ളം. ഇതിപ്പോൾ നടക്കണം ഇവിടെ വെച്ചാൽ 10 മണികളെ എൻ്റെ ഉംറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ വാഷ്റൂമിലേക്ക് വന്നാട്ടോ. ഇവിടെ അധികം വാഷ്റൂമിലേക്ക് വന്നതാണ്. കാരണം ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ പുറത്ത്
ഇറങ്ങിയിട്ട് ബാക്കിയുള്ള വീഡിയോസ് എടുക്കാം കേട്ടോ. അപ്പോൾ മുത്തുമണികളെ നമ്മളെ ഉംറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അൽഹംദുലില്ലാ എൻ്റെ ഉംറ പടച്ചോനെ സ്വീകരിക്കട്ടെ, ആമീൻ. പിന്നെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒക്കെ ശരിയാവാൻ വേണ്ടിയിട്ട്. നിങ്ങളും ദുആ ചെയ്യണം കേട്ടോ. പിന്നെ ഇവിടെ വലിയ ചൂടില്ല കേട്ടോ, ഫുള്ള് AC ആയതുകൊണ്ട് നല്ല തണുപ്പാണ്, ചൂടും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമുക്ക് ഇവിടുന്ന് സംസം വെള്ളം കാര്യങ്ങളൊക്കെ വാങ്ങിക്കാം. ഞാൻ പൈസ ഒന്നും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഞാൻ കുറേ വെള്ളം കുടിച്ചു കേട്ടോ, സംസം വെള്ളം കുറേ കുടിച്ചു. പിന്നെ ജസ്റ്റ് ഒന്ന് മുഖം ജസ്റ്റ് നെറ്റിയൊക്കെ ഒന്ന് തൊട്ടു, അത്രേ ഉള്ളൂ. മുത്തുമണികളെ സംസം വെള്ളത്തിൻ്റെ ഏരിയ കേട്ടോ ഇവിടെയൊക്കെ ഉണ്ടോ, ഇവിടെയൊക്കെ സംസം വെള്ളത്തിൻ്റെ ഏരിയയാണ്. അപ്പോൾ ഈ സംസം വെള്ളം ഞാൻ കുറേ കുടിച്ചിട്ടോ. സംസം വെള്ളം ഒരുപാട് വയറ് നിറച്ച് സംസം വെള്ളം ഞാൻ കുടിച്ചിരിക്കണേ. മാഷാ അല്ലാഹ്. ഏതായാലും അൽഹംദുലില്ലാ നമുക്ക് ഇവിടെ വരാൻ പറ്റിയല്ലോ. എല്ലാവർക്കും ഇനി വരാൻ പറ്റട്ടെ. ഇത് ഹറമിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കട ഉണ്ടോ. ഇവിടെ ഒരുപാട് ബ്രേസ്ലെറ്റ്, മാല, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. തസ്ബി മാല, പിന്നെ എല്ലാതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എനിക്ക് അവിടുന്ന് വേറെ വൈഫ് വാങ്ങിച്ചു തന്നാണ് കേട്ടോ. ഒരുപാടുണ്ട്. ഞാൻ എനിക്ക് വാങ്ങിച്ച സാധനത്തിൻ്റെ വീഡിയോ വേറെ ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഒക്കെ 3 റിയാലിൻ്റെ സാധനങ്ങളാണ് കേട്ടോ. 3 റിയാൽ പറയുമ്പോൾ 60 സംതിങ് അങ്ങനെ കാണാം. അപ്പോൾ ഇതിൽ എൻ്റെ സാധനങ്ങളുണ്ട്, വേറെ താത്താൻ്റെ ഇട്ടുകൊണ്ട് കേട്ടോ. പിന്നെ എനിക്ക് അവിടെ ഒരു ഈത്തപ്പഴം കിട്ടി. എന്താ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും അതിൻ്റെ രുചി വായലുണ്ട്. അടിപൊളി ടേസ്റ്റ് വേസ് ഈത്തപ്പഴം. പിന്നെ ഇവിടുന്ന് നേരെ ഞങ്ങൾ ഹറമിൻ്റെ പുറത്തിറങ്ങിയിട്ടോ. അപ്പോൾ ഫ്രണ്ടിൻ്റെ ആയിട്ട് മൂത്തമ്മയും അവരൊക്കെ ഇവിടെ ഉണ്ട്, ഉംറ ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഓരോ മൂത്തമ്മയിട്ടും ഹറമിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്ത് അവിടെ കേട്ടോ. അപ്പോൾ നമ്മളോട് എന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ, തിരിച്ച് പോരുകയാണ്. കാരണം വ്യാഴാഴ്ച രാത്രി ഒന്നും ഉറങ്ങിയിട്ടേ ഇല്ല ഞങ്ങളാരും. അപ്പോൾ ഓരോ റൂമിലൊക്കെ പോയി ഫുഡ് കഴിച്ച് ഒന്ന് കിടന്നുറങ്ങിയിട്ട് പിന്നെ ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് ഞാൻ ജോലി സ്ഥലത്തോട്ട് തന്നെ വരാം എന്നുള്ള അതിലങ്ങനെ പോവുകയാണ്. അൽഹംദുലില്ലാ ഉംറയൊക്കെ അടിപൊളിയായി ചെയ്തു. പിന്നെ ഇനി ഇൻഷാ അല്ലാഹ് മദീനയ്ക്ക് പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുള്ളൂ കേട്ടോ. ചിലപ്പോൾ ബസ്സിനകരം പോവുക, ചിലപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തന്നെ അങ്ങനെ പോവായിരിക്കും. നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രം എടുക്കും. അപ്പോൾ ഇതാട്ടോ നമ്മളാ ഗേറ്റ് ഹറമിൻ്റെ അവിടുത്തെ ആ ക്ലോക്ക് കേട്ടോ. പിന്നെ ഈ വീഡിയോ ഒക്കെ എടുക്കണ വെച്ചാൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, നമ്മളെ ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് ഉംറയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ആഗ്രഹിച്ചിട്ടും സാധിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി കാണാനൊരാഗ്രഹം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് മാത്രം എടുത്തതാണ്. ഇനി അതിന് വന്നിട്ട് ഓരോരുത്തർ ബാഡായിട്ട് കമൻ്റ് ഇടാൻ നിൽക്കണ്ട. ഞാൻ ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ തന്നെ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടാണോ പോയത് അങ്ങനെ ഒരുപാട് പേര് ചോദിച്ച ആളുകളുണ്ട്. പേര് ഞാൻ പറയണില്ല, ഇട്ട ആളുകൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവനാൻ്റെ കാര്യം നോക്കുക. അപ്പോൾ ഞാൻ എന്ത് തെറ്റ് ചെയ്തുകൊണ്ടെങ്കിൽ അതിൻ്റെ ഖബറക്കേ പോവുള്ളൂ, അതാരും വന്ന് ഏറ്റു വാങ്ങില്ല, ഞാൻ തന്നെ വാങ്ങുള്ളൂ. അപ്പോൾ ഒരു ഉംറക്ക് പോകുമ്പോൾ എങ്ങനെ പോകേണ്ടത് എന്നുള്ളത് സാമാന്യ ബോധ്യം എനിക്കുണ്ട്. ഞാൻ ലിപ്സ്റ്റിക്കും സൺസ്ക്രീനും ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ പ്ലെയിന് മുഖത്തൊന്നും ഇടാതെ തന്നെ ഞാൻ പോയിക്കടെ. അപ്പോൾ അതെനിക്ക് ആരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. എനിക്ക് പഠിച്ചവനോട് മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ അവനാൻ്റെ കാര്യം നോക്കുക. ഈ ബാഡായിട്ട് കമൻ്റ് ഇടുന്ന ആളുകളോടാണ് ഞാൻ ഈ പറയണത്. പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് യൂട്യൂബ് നിർത്ത്, ഉംറയൊക്കെ ചെയ്താൽ. അത് നിങ്ങൾക്ക് ആർക്കും പറയാൻ ഒരു അവകാശമില്ല. കാരണം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്ന് പറഞ്ഞത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. അതിൻ്റെ ബാക്കിൽ ഒരുപാട്
കഠിനാധ്വാനമുണ്ട്. അത് യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ കൊണ്ടുനടക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും ഞാൻ പറയണത്. അപ്പോൾ അങ്ങനെ നിർത്തേണ്ട പറയേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്ക് ആർക്കും ഇല്ല. ഈ ബാഡായിട്ട് സംസാരിക്കണോടാട്ടോ ഞാൻ പറയണത്, അല്ലാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോടല്ല. കാരണം എനിക്ക് യൂട്യൂബ് ഒരിക്കലും നിർത്താൻ കഴിയില്ല. കാരണം യൂട്യൂബ് എന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് സംസാരിക്കാനും ഞാൻ എവിടെയൊക്കെ പോകണതൊക്കെ നിങ്ങൾക്ക് കാണാനും എൻ്റെ സന്തോഷങ്ങളും എൻ്റെ സങ്കടങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവെക്കാനൊക്കെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ കൊണ്ടുനടക്കുന്നത്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ കാണുക, അല്ലാത്തവർ കാണണം നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഓക്ക് ഭയങ്കര അഹങ്കാരമാണ് ആ ഒരു ഇതൊന്നും പറയണ്ട. പക്ഷേ എനിക്ക് മതിയായി. കാരണം ഓരോ കമൻറ്റിന് മറുപടി കൊടുക്കാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് ഈ കാര്യങ്ങൾ പറയണത്. അപ്പോൾ അവനാൻ കാര്യം നോക്കുക. ഒരാൾ നന്നാണത് വേറൊരാൾക്ക് ഇഷ്ടപ്പെടില്ല. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും നന്നാവണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ആരെ മനസ്സിലും അങ്ങനെ ഒരാളോട് പകയും വിദ്വേഷവും കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്കൊന്നും അധികം എന്താ പറയുക ഗ്യാരണ്ടി ഇല്ലല്ലോ മക്കളെ. അപ്പോൾ നമ്മൾ എല്ലാവരോടും നല്ല ഇതിൽ പെരുമാറുക, സംസാരിക്കുക, അത്രയേ ഉള്ളൂ. നമ്മളിന്നിവിടെ എന്ത് ചെയ്തു അത് നാളെ നമുക്ക് അവിടെ കിട്ടും. ഞാനങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ സംസാരിച്ച് തോന്നുന്നുണ്ടല്ലേ. പിന്നെ കൊണ്ടതൊക്കെ പറയിപ്പിച്ചതാണ്. അപ്പോൾ ബാഡായിട്ട് കമൻറ്റ് ചെയ്യണവരും പിന്നെ ഞാൻ നന്നാവണത് കാണാൻ ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ അറിയാൻ വേണ്ടി പറഞ്ഞാണ്. ഞാൻ ഇനി യൂട്യൂബിൽ വീഡിയോസ് ഇടും, ലൈവും ഇടും. അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ മാത്രം കാണാൻ, അല്ലാത്തവർ കാണണം നിർബന്ധമില്ല. അപ്പോൾ വീണ്ടും പറയാണ്, മക്കത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആഗ്രഹം പടച്ചോന് സാധിച്ചു തരട്ടെ. ആമീൻ. ഇത്രയേ ഉള്ളൂ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല നല്ല വീഡിയോസൊക്കെ ഇനിയും വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഒത്തുപിടികളെ പിന്നെ ഞങ്ങൾ വൈക്കുന്ന ഒരു കോഫിയും പിന്നെ വേറെ സാൻഡ്വിച്ച് പോലത്തെ സാധനം കഴിച്ചിട്ടോ. പിന്നെ ഒരു വീട്ടിലെത്തി നമ്മൾ നല്ല അടിപൊളി മജ്ബൂസ് റൈസ് അങ്ങനെ എന്തോ ചിക്കനും അത് കഴിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഇല ഉണ്ട്, അതും അടിപൊളിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ.